3 ആഴ്ചകളായി നമ്മൾ രണ്ടാഴ്ചയായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതായ വിഷയം യേശുക്രിസ്തുവിൻ്റെ പ്രീ എക്സിസ്റ്റൻസ് എന്ന വിഷയമാണ്. ഞാൻ ഈ വിഷയം എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇതെൻ്റെ ഒരു ചർച്ചാ വിഷയമല്ല. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഈ വിഷയം സംസാരിക്കുവാനെടുത്തു എന്നതിൻ്റെ കാരണം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ചിലർ യേശുക്രിസ്തുവിന് ഒരു മുൻ അസ്തിത്വം ഉണ്ട്, പ്രീ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നത്, അങ്ങനെ വാദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്, ചിന്താവിഷയമായി എടുത്തത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളതായ ആളുകളുണ്ടാകും, അതും നന്നായി അറിയാവുന്നതാണ്. ഞാൻ അതിനു മുമ്പേ പറഞ്ഞു, ഇത് നമ്മുടെ നിത്യജീവനെയോ രക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ചിലരുടെ വാദങ്ങളാണ്. ഈ വാദങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയം ചർച്ചയ്ക്കെടുത്തത്. പലരും ധരിച്ചു വച്ചിരിക്കുന്നതിൽ നിന്നും വിഭിന്നമായ കാര്യമായിരിക്കാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിഭിന്നമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ പലർക്കും ബുദ്ധിമുട്ടുമുണ്ടാകാം. കാരണം അവർ ധരിച്ചു വച്ചിരിക്കുന്ന ധാരണകൾ തിരുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയമായിരിക്കാം. ഇതേ സംഗതി തന്നെയാണ് തൃത്വ വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ കാണുമ്പോൾ തൃത്വം വിശ്വസിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാകുന്ന ആ വിയോജിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചിലരൊക്കെ എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിരുന്നു, മെസ്സഞ്ചറിൽ കൂടി എന്നെ കോണ്ടാക്ട് ചെയ്തു. എൻ്റെ വീഡിയോ കേട്ട ചിലർ അവരുടെ സുഹൃത്തുക്കൾക്ക് അത് അയച്ചു കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം തേടി, അവരിൽ നിന്നും കേട്ട അഭിപ്രായം എനിക്ക് മെസ്സഞ്ചറിലൂടെ ഷെയർ ചെയ്തു തന്നു. നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകത്തില്ല, വോയിസ് ക്ലിപ്പ് ഇടും, അല്ലെങ്കിൽ ഈ മെസ്സേജുകൾ ഇടുക, ഇത്രയേ ഉള്ളൂ. എന്നാൽ 2 ഭാഗവും വിശകലനം ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ വളരെ ആവശ്യമാണ്. ഞാൻ പ്രീ എക്സിസ്റ്റൻസ് വിശ്വസിക്കണമെങ്കിൽ അതിന് കൃത്യമായ തെളിവുള്ള ബൈബിൾ വാക്യങ്ങൾ ഉണ്ടാകണം. ആ കൃത്യമായ തെളിവുള്ള ബൈബിൾ വാക്യങ്ങൾ ഇല്ലാത്തിടത്തോളം ഞാൻ എങ്ങനെയാണ് അത് വിശ്വസിക്കുന്നത്? അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമയം കളയുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുക അല്ലെങ്കിൽ എൻ്റെതായ വ്യാഖ്യാനങ്ങൾ ഇറക്കുക എന്നുള്ളതൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് ഏതൊരു കാര്യവും ക്രൈസ്തവ വിശ്വാസം എന്ന നിലയിൽ സ്വീകരിക്കണമെങ്കിൽ കൃത്യമായ തെളിവുള്ള ബൈബിൾ വചനങ്ങൾ വേണം. അതില്ലാത്തിടത്തോളം കാലം ഞാനത് കൈക്കൊള്ളത്തില്ല. എന്നെ സംബന്ധിച്ച് ഈ വിഷയം സംസാരിക്കുവാനുള്ളതായ കാരണമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ചിലർ വിഭിന്നമായി പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന് പ്രീ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് വാദിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു, അങ്ങനെ പ്രചരിപ്പിക്കുന്നു. ആ കാരണത്താലാണ് ഞാൻ ഈ വിഷയം സംസാരിക്കാൻ എടുത്തത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ വാദങ്ങളെയും, അവർ മുന്നോട്ട് ചൂണ്ടിക്കാണിക്കുന്ന, അവരുടെ വാദങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കുന്നതായ വാക്യങ്ങളെ വിശകലനം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ മറ്റൊരു സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ സുഹൃത്ത് ഇങ്ങോട്ട് കൊടുത്തതായ മറുപടി എനിക്ക് തിരിച്ച് ഷെയർ ചെയ്തു തന്നു. അത് ആരാണെന്നോ ആരോടാണ് സംസാരിച്ചതെന്നോ അല്ലെങ്കിൽ ആരാണ് മറുപടി കൊടുത്തതെന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അത് വെളിപ്പെടുത്താൻ തയ്യാറില്ല. ഞാൻ ആ ആളിനോട് പറഞ്ഞു, നേരിട്ട് വരട്ടെ, നേരിട്ട് സംസാരിച്ച കാര്യത്തിൽ തീരുമാനമാകാമല്ലോ,
നേരിട്ട് സംസാരിക്കാൻ വരട്ടെ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം നമ്മളുടെ കഴിഞ്ഞ ആഴ്ചയിലെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ എടുത്തതാണ്. ആ വാക്യം അതൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഈ വാക്യത്തിൽ പിതാവിന്റെ അടുക്കൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നു എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ലോകമുണ്ടാകുന്നതിന് മുൻപേ ഞാൻ നിന്റെ അടുക്കലായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്നാണോ പറഞ്ഞത്? ഒരിക്കലുമല്ല. വളരെ കൃത്യമാണ് ആ വാക്യം. പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ഈ വിഷയം ഞാനിത് പറഞ്ഞതിനെ ആ സ്നേഹിതൻ പറയുന്നത് ലോകമുണ്ടാകുന്നതിന് മുൻപേ പിതാവിന്റെ അടുക്കൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് ആ വാക്യത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹം വെക്കുക. അപ്പൊ എന്റെ വാദമാണ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. വേണ്ട, എന്റെ വാദം മാറ്റിവെക്ക. ലോകമുണ്ടാകുന്നതിന് മുമ്പ് യേശുക്രിസ്തു പിതാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു എന്ന ആ വാക്യത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് അടിവരയിട്ടിങ്ങി കാണിക്കൂ. സംഗതി ക്ലിയർ ആയില്ലേ? അതിനില്ല. അപ്പോൾ പിതാവിന്റെ അടുക്കൽ പുത്രന് ലോകമുണ്ടാകുന്നതിന് മുൻപേ മഹത്വം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹത്വം, അല്ലാതെ യേശുക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ക്ലിയർ ആണ് ആ വാക്യത്തിൽ. ഞാനൊന്നും കഴിയുന്നിട്ട് പറയേണ്ട കാര്യമില്ല. മഹത്വമാണ് ഉണ്ടായിരുന്നത്. ആ മഹത്വത്തിലേക്ക് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രീ ഡെസ്റ്റിനേഷനാണ്, മുൻ നിർണയമാണ്. ജയാളിയാകുന്ന പുത്രനു വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന പദവിയാണ്. അത് മുൻനിർണയമാണ്. ജയാളിയായി കഴിയുമ്പോൾ കിട്ടാനുള്ള റിവാർഡാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ടൂർണമെന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ടൂർണമെന്റ്സ്, ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുമ്പോൾ അവിടെ ട്രോഫി മൗജൂദാണ്, ട്രോഫി പ്രസന്റ് ആണ്. ആ ട്രോഫി അവിടെ വെച്ചിട്ടുണ്ട്. കളി ജയിച്ചു കഴിയുമ്പോഴാണ് ആ ട്രോഫി ആർക്കുള്ളതാണ് എന്ന തീരുമാനമാകുന്നത്. അപ്പോൾ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പരിസമാപ്തിയിൽ കൊടുക്കുവാൻ വേണ്ടി കളി തുടങ്ങുന്നതിന് മുൻപേ തീരുമാനിച്ചു കൊണ്ടുവച്ചിരിക്കുന്ന ട്രോഫി ഉണ്ട്. ഈ ട്രോഫി കളി തുടങ്ങുന്നതിന് മുൻപേ ഉണ്ട്. ഈ ജയാളിയാകുന്നവന് കളി കഴിയുമ്പോഴാണ് ആ ട്രോഫി കിട്ടുന്നത്. അല്ലാതെ കളി തുടങ്ങുന്നതിന് മുൻപേ ഈ കളിക്കളത്തിൽ കളിക്കുന്ന ടീം ആ ട്രോഫിയുമായിട്ട് അവിടെ അവരുടെ അവകാശപ്പെട്ട ട്രോഫിയുമായിട്ട് അവിടെ ഇരിക്കുന്നു എന്നാണോ അതിനർത്ഥം? അല്ല. കളിയുടെ പരിസമാപ്തിയിൽ ജയാളിയാകുന്നവന് വേണ്ടി മുൻനിർണയപ്രകാരം കൊണ്ടുവന്നു വച്ചിരിക്കുന്ന ട്രോഫിയാണ് നമ്മൾ കാണുന്നത്. അതിന് അവകാശിയായി തീരുന്നത് ജയിക്കുന്ന ടീമാണ്. പുത്രൻ അനുസരണത്തിലൂടെ തികഞ്ഞവനായി കഴിയുമ്പോൾ അവനു വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന മഹത്വം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 8-9 വാക്യങ്ങളാണെന്ന് തോന്നുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം
8, 9 വാക്യങ്ങൾ. അതിൻ്റെ 5, 6 വാക്യം മുതലേ വായിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന് താഴോട്ട് വരുമ്പോൾ അവിടെ അവൻ ക്രൂശിലെ മരണത്തോളം, ആ വാക്യം ഒന്ന് വായിച്ചേ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. മനസ്സിലാക്കണം, അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. ഇതെപ്പോഴാണ് നൽകിയത്? സകല നാമത്തിലും മേലായ നാമം നൽകിയത് എപ്പോഴാണ്? അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ടാണ്. അതുവരെ സകല നാമത്തിലും മേലായ നാമം ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവൻ അവൻ ജയാളിയായി കഴിഞ്ഞപ്പോഴാണ് അവന് നിശ്ചയിച്ചിരിക്കുന്ന മുൻനിർണയപ്രകാരമുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ആ പദവി ദൈവത്തിന്റെ മുൻനിർണയത്തിലുള്ള കാര്യമാണ്. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുന്നോട്ട് വരുമ്പോൾ എൻ്റെ ആ സ്നേഹിതൻ മുന്നോട്ട് വെച്ചതായ വചനഭാഗങ്ങൾ അത് വെച്ചുകൊണ്ട് അവർ അവിടെ വ്യക്തമാണ് യേശുക്രിസ്തു സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു എന്ന് അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം അവർക്ക് വ്യക്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ ഇത് വിശ്വസിക്കാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇങ്ങോട്ട് പറയുന്നത്. ഞാൻ ഈ വാക്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് അതുപോലെ വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യമാണ് എൻ്റെ മുൻപിലേക്ക് വെച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ ആരും എന്ന പ്രയോഗത്തോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ, ഞാനുള്ള കാര്യം പറയാം. അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് നോ മാൻ ഹാസ് സീൻ ഗോഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ദൈവത്തെ ഒരു മനുഷ്യനും ഒരു സാഹചര്യത്തിലും കണ്ടിട്ടില്ല എന്നാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. മലയാളത്തിൽ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് കാണുന്നത്. ഈ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് വിയോജിക്കേണ്ടി വരും. കാരണം എന്താണ്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വിയോജിപ്പുണ്ടാവും. യേശുക്രിസ്തു പറയുന്നത് സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സ്വർഗത്തില് ദൂതന്മാര് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ പിതാവിന്റെ മുഖം? ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? അപ്പോൾ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നല്ല, മറിച്ച് മനുഷ്യൻ ആരും ഒരു സാഹചര്യത്തിലും കണ്ടിട്ടില്ല. പിതാവിനെ മനുഷ്യൻ ആരും ഒരു സാഹചര്യത്തിലും കണ്ടിട്ടില്ല. നോ മാൻ ഹാസ് സീൻ ഗോഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അടുത്ത സ്റ്റെപ്പ്, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള പദം പോലും, മലയാള പദം പോലും ആൾക്കാര് തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നതാണ്. അത് ഇംഗ്ലീഷിൽ വായിക്കുന്നത് the only begotten
in the bosom of the Father hath declared him, proclaimed him. ഈ ഡിക്ലെയർ ചെയ്യുക, പ്രൊക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പറഞ്ഞറിയിക്കുക, വിളംബരം ചെയ്യുക. ഡിക്ലറേഷൻ, വിളംബരം, പറഞ്ഞറിയിക്കുകയാണ്. വാക്കുകളിൽ കൂടി പ്രകടമാക്കുന്ന പ്രവൃത്തിയെയാണ് പ്രൊക്ലെയിം ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക എന്നൊക്കെ പറയും. അല്ലാതെ സ്ക്രീനില് വന്ന് നിൽക്കുന്ന പോലെ വന്ന് നിന്നു എന്നല്ല അർത്ഥം. പലപ്പോഴും ഈ വെളിപ്പെടുത്തി എന്ന് പറയുന്നതിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ വാക്യത്തെക്കുറിച്ച് വിശകലനങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അവിടെ എനിക്ക് വിയോജിപ്പുള്ള ചില കാര്യങ്ങളുണ്ട്. അവിടെ പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്ന വിഷയത്തിൽ വേറിട്ട ചിന്തയുണ്ട്. ഞാൻ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല, ഞാൻ അവിടെ വിടുകയാണ്. അപ്പോൾ ഈ വാക്യത്തിൽ എനിക്ക് പഠിപ്പിച്ചു തരുവാൻ ആ ആള് ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടോ, ഈ വാക്യത്തിൽ കണ്ടോ, യേശുക്രിസ്തു കുഞ്ഞാട് പിതാവിന്റെ മടിയിൽ ഇരിക്കുകയാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് യേശുക്രിസ്തു വന്നതെന്ന് ഈ വാക്യത്തിൽ വ്യക്തമാണെന്നാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്. എവിടുന്നാണ് ഇവർക്ക് ഇത് വ്യക്തമായതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ചിന്തക്കെടുത്തതാണ്. അതിനകത്ത് ഞാൻ പരാമർശം നടത്തിയ വിഷയമാണ്. യോഹന്നാൻ 3:13 എന്താണ് വായിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ. ശ്രദ്ധിക്കണം, വെറുതെ വാക്യം വായിച്ചിട്ട് ഉള്ളിലിരിക്കുന്നത് വെച്ചുകൊണ്ട് വാക്യം വായിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എന്നിട്ട് ഞങ്ങൾ ഇതിങ്ങനെ വിശ്വസിക്കുന്നു, നിങ്ങൾ അതുകൊണ്ട് വിശ്വസിക്കണമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഈ വാക്യം ഞാൻ അവർക്ക് തിരിച്ചു മറുപടി കൊടുത്തു. യേശു ഭൂമിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞ ഈ മനുഷ്യപുത്രൻ സ്വർഗത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഒരേ സമയം പ്രസന്റ് ആയിരിക്കുന്ന ഒരുവനെ കുറിച്ചാണ് യേശു ക്രിസ്തു അവിടെ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചു വായിച്ചോ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ഇത് പറയുമ്പോൾ ഒരേ സമയത്ത് ഭൂമിയിലും സ്വർഗത്തിലുമായിരിക്കുന്നവനാണ് യേശു പറഞ്ഞ മനുഷ്യപുത്രൻ. ഈ വാക്യം കൊണ്ട് വാദിക്കാൻ വരുന്നവർ സമ്മതിക്കട്ടെ, യേശു ഭൂമിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ യേശു സ്വർഗത്തിലും ഇരിപ്പുണ്ടെന്ന്. എന്നോട് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഏതൊരു വാക്യം കൊണ്ട് വന്നാലും ആ വാക്യത്തെ സൂക്ഷ്മദർശിനി വെച്ച് ഞാൻ പരിശോധിക്കും. അല്ലാതെ എന്റേത് കേൾപ്പിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുകയല്ല. ഒരാൾ കൊണ്ടുവരുന്ന വാദത്തിന്റെ പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കും. അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ വാക്യം മറന്നു പോകണ്ട. യേശു ഭൂമിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യപുത്രൻ ഒരേ സമയം സ്വർഗത്തിലിരിപ്പുണ്ട്, അതേസമയം തന്നെ ഭൂമിയിലും ഇരിപ്പുണ്ട്. ഭൂമിയിലുമുണ്ട്. ഇതാണ് യേശുക്രിസ്തു. അത് യേശുക്രിസ്തുവാണെങ്കിൽ യേശു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു സ്വർഗത്തിലും ഇരിപ്പുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കും. ഓക്കെ, ഇനി അടുത്ത വാക്യം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണ്. ഒന്ന് വായിച്ചേ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഈ വാക്യം കണ്ടോ, ഇവിടെ സ്വർഗത്തിൽ നിന്നാണ് യേശുവിനെ അയച്ചതെന്ന് ഈ വാക്യത്തിൽ വ്യക്തമാണെന്നാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്. എവിടെയാ അവിടെ എഴുതിയിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് അയച്ചതാണ്. സ്വർഗത്തിലായിരുന്ന യേശുവിനെയാണ് ഭൂമിയിലേക്ക് അയച്ചതെന്ന് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അതിന്റെ ഒരു ക്ലോസ് കൂടെ പറയാം. അടുത്ത വാക്യം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. യോഹന്നാൻ 5:23.
പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഇവിടെ കണ്ടോ, പിതാവ് അയച്ചതാണ്. പിതാവ് അയച്ചതാണെന്നേ, പുത്രനെ പിതാവ് അയച്ചതാണ്. യേശുവിനെ സ്വർഗത്തിലായിരുന്ന യേശുവിനെയാണ് അയച്ചതെന്ന് ബൈബിളിൽ വാക്യമുണ്ട്. അതാ കാണിക്കേണ്ടത്, അല്ലാതെ പിതാവ് അയച്ചു എന്ന വാക്യമല്ല. യേശുവിനെ അയച്ചത് പിതാവാണ്, അത് ഞങ്ങൾക്കറിയാം, അത് ബൈബിൾ പഠിപ്പിക്കുന്നതാണ്. അടുത്ത ഒരു വാക്യം കൂടെ വായിച്ച ശേഷം ഞാൻ അതിന്റെ മറുപടി പറയാം. ഓക്കെ, അടുത്തത് യോഹന്നാൻ 5:30. അവിടെയും ഇതുപോലെയുള്ള ഒരു പരാമർശമാണ്. യോഹന്നാൻ 5:30. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ ഇച്ഛിക്കുന്നത്. ഇവിടെ എവിടെയാണ് യേശുവിനെ സ്വർഗത്തിൽ നിന്ന് അയച്ചതാണെന്ന് പറഞ്ഞിരിക്കുന്നത്? യേശുവിനെ ദൈവം അയച്ചതാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ വെച്ചിട്ട് അയച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ അത് സ്വർഗത്തിലായിരുന്ന യേശുവിനെയാണ് അയച്ചത് എന്ന് പറയുന്നതിനോടാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത്. കാരണം അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഇനി ഈ അയച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ പിതാവ് അയച്ചതാണെന്നോ ദൈവം അയച്ചതാണെന്നോ ഒക്കെ പറഞ്ഞാൽ ഉടനെ അത് സ്വർഗത്തിൽ നിന്ന് അയച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ നിന്നുള്ള നിയോഗമാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ സ്വർഗത്തിലായിരുന്നയാളിനെയാണ് അയച്ചത് എന്ന വാദമാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഇത് ഈ അയച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ സ്വർഗത്തിലായിരുന്നയാളിനെയാണ് ഭൂമിയിലേക്ക് അയച്ചതാണ് എന്ന് പറയുകയാണെങ്കിൽ, ഇതാ ഒരു വാക്യം, യോഹന്നാന്റെ സുവിശേഷം 1-6 ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 1-6 ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. ദൈവം അയച്ചതാണ്, ഒരു മനുഷ്യനെ ദൈവം അയച്ചതാണ്. അവന്റെ പേര് യോഹന്നാൻ. ഏത് യോഹന്നാനാണെന്ന് അറിയാമോ? സ്നാപകൻ, യോഹന്നാൻ സ്നാപകൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അപ്പൊ ഈ യോഹന്നാനെ സ്വർഗത്തിലായിരുന്നു, അവിടെ നിന്നും ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? പിതാവ് അയച്ചു, ദൈവം അയച്ചു, ഇതൊക്കെ യേശുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അതേപോലെ യോഹന്നാനെയും ദൈവം അയച്ചതാണ്. യോഹന്നാൻ സ്വർഗത്തിലായിരുന്നു, അവിടുന്ന് അയച്ചതാണോ? മറുപടിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ധാരണകൾ വെച്ചുകൊണ്ടല്ല ബൈബിൾ പഠിക്കേണ്ടത്. ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത്, ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, അതിനെയാണ് സൂക്ഷ്മതയോടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു വാക്യം കൂടെ, യോഹന്നാന്റെ സുവിശേഷം 6:38. മറ്റൊരു വാക്യം പറഞ്ഞത് റെഫറൻസ് തെറ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ റെഫറൻസ് എടുക്കുന്നില്ല. പറഞ്ഞ റെഫറൻസ് തെറ്റായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് യോഹന്നാൻ 6:38 ഒന്ന് എടുക്കാം. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ഇവിടെയാണ് ഇത് പറഞ്ഞത് യേശുവാണ്. ഇവിടെ ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യേശു പറഞ്ഞിരിക്കുന്ന ഞാൻ ഇത് പല പ്രാവശ്യം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചതാണ്. യേശു പറഞ്ഞിരിക്കുന്ന ഞാൻ തിന്നുകയും ജീവൻ ലഭിക്കുകയും ചെയ്യുന്ന സംഗതിയാണ്. യോഹന്നാൻ 6 ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, എന്റെ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് ജീവനില്ല എന്നിത്യാദി സ്റ്റേറ്റ്മെന്റ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഈ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന യേശുവാണെന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ, അക്ഷരീകമായി നിങ്ങൾ ആ യേശുവിനെ കടിച്ചു പറിച്ചു തിന്നണം, ആ യേശുവിന്റെ ചോര കുടിക്കണം. അങ്ങനെ ആണ് യേശു പറഞ്ഞതെന്ന് തെറ്റിദ്ധരിച്ചു പോയവര് അനേകർ യേശുവിനെ വിട്ടുപോയി എന്ന് ആ അധ്യായത്തിൽ തന്നെ കിടപ്പുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6 വെടിപ്പായി കിടപ്പുണ്ട്.
യേശുവിനോടുകൂടെ സഞ്ചരിക്കാൻ തയ്യാറാകാതെ അനേക ശിഷ്യർ, യേശുവിനെ അനുഗമിച്ചവർ അനേകർ യേശുവിനെ വിട്ടുപോയി. കാരണം എന്താണ്? ഇവിടെ യേശു പറഞ്ഞത് തന്നെ ഭക്ഷിക്കും, തന്റെ മാംസം, തന്റെ ഇറച്ചിയും തന്റെ ചോരയും കുടിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ അനേകർ യേശുവിനെ വിട്ടുപോയി. അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിമയോൻ പത്രോസ് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. എന്താണത്? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. മനസ്സിലായോ? അത് ഭക്ഷിക്കുന്ന കാര്യമാണ് യേശു പറഞ്ഞത്. അവിടെ യേശു പറയുന്നുണ്ട്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ജീവിപ്പിക്കുന്നത് ആത്മാവ് ആകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. ഇപ്പൊ മനസ്സിലായോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന അപ്പം, യേശു പറഞ്ഞ ഞാൻ, ഭക്ഷണയോഗ്യമായ ആ ഞാൻ, യേശു സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അധ്യായം ശരിക്കും വായിച്ചോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പം ഇതാകുന്നു. ഇതോ തിന്നുന്നവൻ ഇത് തിന്നണം. ഏത് തിന്നണം? യേശു സംസാരിച്ച വചനം തിന്നണം. യേശു സംസാരിച്ച വചനം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം. അതാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം. യേശു പറഞ്ഞ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. യേശു അവിടെ പറയുന്ന മനുഷ്യപുത്രന്റെ മാംസം, യേശു അവിടെ പറയുന്ന മനുഷ്യപുത്രന്റെ രക്തം, അത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വചനമാണ്. അത് പിതാവിന്റെ വചനമാണ്. പിതാവിന്റെ വചനം, പിതാവിന്റെ കൽപ്പന, പിതാവിന്റെ അരുളപ്പാട് നിത്യജീവനാണ് എന്ന് യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്നത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 49, 50 വാക്യങ്ങളിൽ വളരെ കൃത്യമായി കിടപ്പുണ്ട്. യേശു സംസാരിച്ച വചനത്തെ അവൻ എന്ന് അവിടെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. യേശു അഡ്രസ് ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ 12-ന്റെ 48, 49, 50 വാക്യങ്ങൾ സൂക്ഷ്മതയോടെ വായിക്കൂ. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. അവിടെ ന്യായം വിധിക്കുന്ന ഒരു വിധികർത്താവിനെ കുറിച്ച് യേശു പറയുന്നു. ആ വിധികർത്താവ് ആരാണെന്ന് എടുത്ത് യേശു പറയുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സംസാരിച്ച വചനം വെച്ചുകൊണ്ട് വേറെ ആരെങ്കിലും ന്യായം വിധിക്കുമെന്നല്ല അവിടെ യേശു പറയുന്നത്. ഞാൻ സംസാരിച്ച വചനം തന്നെ ന്യായം വിധിക്കും ഒടുക്കത്തെ നാളിൽ. യേശു സംസാരിച്ച വചനം അത് യേശുവിനെ അയച്ച പിതാവിന്റെ വചനമാണ് എന്ന് യേശു ക്രിസ്തു അവിടെ സ്ഥാപിക്കുകയാണ്. അവന്റെ കൽപ്പന നിത്യജീവനാണ് എന്ന് ഞാൻ അറിയുന്നു എന്ന് യേശു പറഞ്ഞത് അവിടെ കിടക്കുകയാണ്. യേശുവിനെ അയച്ച പിതാവിന്റെ കൽപ്പന, പിതാവിന്റെ അരുളപ്പാട്, പിതാവിന്റെ വചനമാണ്. യേശു പറഞ്ഞ സ്വർഗത്തിൽ നിറങ്ങി വന്ന ഞാൻ, സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം, ഭക്ഷണയോഗ്യമായത്, ജീവൻ നൽകുന്നത്, നിത്യജീവങ്കലേക്ക് നയിക്കുന്നത് യേശു സംസാരിച്ച വചനമാണ്. അത് പിതാവിന്റെ വചനമാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ശിമോൻ പത്രോസ് പറയുന്നത്, കർത്താവേ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. എന്താണ് നിത്യജീവന്റെ വചനങ്ങൾ? അത് സ്വർഗത്തിൽ നിറങ്ങി വരുന്ന അപ്പം, യേശു സംസാരിച്ച പിതാവിന്റെ വചനം. സ്വർഗത്തിൽ നിറങ്ങി വന്നത് യേശു സംസാരിച്ച വചനമാണ്. അത് പിതാവിന്റെ വചനമാണ്. യേശു ഭൂമിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അത് ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു വശം മാത്രം പിടിച്ചുകൊണ്ടിരിക്കാതെ രണ്ട് വശങ്ങളെയും ചേർത്ത് പരിശോധിക്കുവാൻ സന്നദ്ധരാകണം. സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നടക്കണമെങ്കിൽ നമ്മൾ രണ്ടു വശങ്ങളെയും ഒരുപോലെ എടുത്തു വെച്ചിട്ട് വിശകലനം ചെയ്ത് പരിശോധിച്ച് പഠിക്കുവാൻ തയ്യാറാകണം.
ഈ വിഷയങ്ങളെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നോട് ഈ പറഞ്ഞ ഫ്രണ്ട് സുഹൃത്ത് പറയുകയാണ്, എന്തിനാ ആൾക്കാരെ കൺഫ്യൂഷനിലാക്കുന്നത്? ഈ പിന്നെ യോഹന്നാൻ 17:3 പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരുന്നാൽ പോരായെന്ന്. നിങ്ങൾക്ക് അത്രയും മതിയെന്നേ, നിങ്ങൾ അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നോളൂ. പിന്നെ എന്തിനാണ് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പ്രീ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ ഇറങ്ങുന്നത്? അത് പറഞ്ഞുകൊണ്ടിരുന്നാ പോരെ. ഇതൊക്കെ എന്തിനാ പറയാൻ പോകുന്നത്? ഇതേ സംഗതിയാണ് അപ്പുറത്ത് തൃത്വക്കാരൻ പറയുന്നത്. നിങ്ങൾ എന്തിനാ ആൾക്കാരെ കൺഫ്യൂസ് ആക്കുന്നത്? അപ്പോൾ തൃത്വക്കാരെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനും മുന്നോട്ടിറങ്ങുന്ന നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിങ്ങളുടെ ഉപദേശങ്ങളെയും നിങ്ങളുടെ വാദങ്ങളെയും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അതിന്റെ തെറ്റ്, അതിലെ പോരാഴിക ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അത് ചൂണ്ടിക്കാണിക്കുമ്പം എന്തിനാ ആൾക്കാരെ കൺഫ്യൂസ് ആക്കുന്നത്? നിങ്ങൾ ഇതൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ എന്ന് പറയുന്നു. നിങ്ങൾക്ക് അത്രയും മതി, അത് മതിയെന്നേ. പക്ഷെ അതിനപ്പുറത്തോട്ട് നിങ്ങൾ പ്രീ എക്സിസ്റ്റൻസ് പഠിപ്പിക്കാൻ ഇറങ്ങരുത്. പ്രീ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് വാദിക്കാൻ ഇറങ്ങരുത്. അങ്ങനെ വാദിക്കാൻ ഇറങ്ങിയാൽ ഇതുപോലെ ഞങ്ങൾക്ക് അതിനെ വിശകലനം ചെയ്ത് പരിശോധിക്കേണ്ടി വരും. തൃത്വക്കാരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ എന്തിനാ ഇറങ്ങുന്നത്? ചെയ്യണ്ട. അതുകൊണ്ട് തിരുവെഴുത്തുകളെ പരിശോധിച്ച് വസ്തുതാപരമായ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ചിലർ യേശുക്രിസ്തുവിന് പ്രീ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നത് കണ്ടതുകൊണ്ടാണ് നമുക്ക് ആ വിഷയം അവർ മുന്നോട്ട് വെക്കുന്ന വാക്യങ്ങളുടെ അടിസ്ഥാനമുണ്ടോ അതില്ലയോ എന്ന് പരിശോധിച്ച് വിശകലനം ചെയ്ത് പഠിക്കേണ്ടി വരുന്നത്. അത് ആവശ്യമാണ്. ഒരു വശം പറഞ്ഞു കഴിഞ്ഞാൽ ദുരുപദേശം പഠിപ്പിക്കുന്നവരുള്ളത് കൊണ്ടാണ് എന്താണ് സതുപദേശം എന്ന് പറയേണ്ടി വരുന്നത്. കള്ളനോട്ട് വരുമ്പോഴാണ് ഒറിജിനൽ നോട്ടിന്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത്. കള്ളനോട്ടില്ലെങ്കിൽ പിന്നെ ഒറിജിനൽ നോട്ടിന്റെ ഫീച്ചേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി സമയമെടുക്കേണ്ട കാര്യമില്ല. കള്ളനോട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, അത് കണ്ടപ്പോൾ, അത് തിരിച്ചറിഞ്ഞവർക്ക് ഒറിജിനൽ നോട്ടിന്റെ ഫീച്ചേഴ്സ് ജനങ്ങളുടെ സുരക്ഷയ്ക്കായി, ആരും വഞ്ചിക്കപ്പെടാതിരിക്കേണ്ടതിനായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞതായ കാര്യങ്ങളെ സൂക്ഷ്മതയോടെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്ത് നമ്മുടെ ചുവടുകളെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗമനം സ്ഥിരമാക്കേണ്ടത് വളരെ ആവശ്യമാണ്. വിവിധമായ അന്യമായ പഠിപ്പിക്കലുകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് സുവ്യക്തമായ തെളിവുള്ള വചനങ്ങൾ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യേണ്ടതും ആവശ്യമാണ്. ആരേത് ഉപദേശം പറഞ്ഞാലും അതിനെ ബൈബിളിൽ അപ്രകാരം പറഞ്ഞിട്ടുണ്ടോ എന്ന് സൂക്ഷ്മതയോടെ പരിശോധിച്ചിട്ടല്ലാതെ കൈക്കൊള്ളരുത് എന്നതാണ് ഇവിടെ നമ്മൾ മുന്നോട്ട് വയ്ക്കും. ഇതിലൊന്നും വ്യക്തിപരമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ചിലരെ സംബന്ധിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ വിശ്വാസത്തെ, അതിൻ്റെ അടിസ്ഥാനമില്ലായ്മയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ, ചിലർക്ക് ശത്രുതയുണ്ടാകും, ചിലർ ചെവി കൊട്ടിയടയ്ക്കും, ചിലർ ഓടിപ്പോകും. അതൊക്കെ സംഭവിക്കും. ഞാൻ പറഞ്ഞില്ലേ, യേശു സംസാരിച്ചത് കേട്ടിട്ട് ഓടിപ്പോയില്ലേ ആൾക്കാർ? പക്ഷെ യേശു പറഞ്ഞതിനെ തിരിച്ചറിഞ്ഞവർ യേശുവിനോട് കൂടെ നിന്നു. നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിമോൻ പത്രോസ് പറയുന്നത്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിന്നെ വിട്ടിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഈ തിരിച്ചറിവുള്ളവൻ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കും, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കും, നിത്യജീവന് വേണ്ടി ഒരുക്കമുള്ളവനാകും, സമർപ്പണമുള്ളവനാകും, ചുവടുകളെ ദൃഢതയോടെ മുന്നോട്ട് വയ്ക്കും.
ആകയാൽ പ്രിയരെ, ഇത് ഒന്നും വ്യക്തിപരമായ വിദ്വേഷത്തിനോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കയ്പുണ്ടാകേണ്ടതിനോ എടുക്കേണ്ട വിഷയമല്ല. ശാന്തതയോടെയും സാവകാശതയോടെയും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിൻ്റെ പ്രീ എക്സിസ്റ്റൻസ് വിശ്വസിക്കാൻ തക്കവണ്ണം ബൈബിളിൽ വാക്യമില്ല എന്നുള്ളതാണ് ഞാനത് കൈക്കൊള്ളാത്തതിന് കാരണം. ഉണ്ട് എങ്കിൽ അതിനുള്ള വാക്യങ്ങൾ കൃത്യതയോടെ വയ്ക്കുക. യേശു പറഞ്ഞ ചില വാക്യങ്ങളെ മിസ്കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ യേശു പറഞ്ഞ ആ ഞാൻ എന്താണെന്ന് പരിശോധിക്കും. അത് ഭക്ഷിക്കാനുള്ളതാണ്, അത് ഭക്ഷിച്ചിട്ട് ജീവൻ കിട്ടാനുള്ളതാണ്. ചിലർ ഈ വിഷയം പറയുമ്പോൾ കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴം അല്ലെങ്കിൽ പോട്ടെ, അവർ ബോഡിയും ഒരു അപ്പവും മീനുമായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്, കർത്തൃമേശ തിരുവത്താഴം ഒക്കെ പറയുന്നവർ. എന്നാൽ കുർബാന, വിശുദ്ധ കുർബാന എന്ന് പഠിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ പറയുന്നത് ഇത് യേശുവിൻ്റെ ശരീരമായി മാറുകയാണ്, ഇത് യേശുവിൻ്റെ രക്തമായി മാറുകയാണ് എന്നാണ് അവർ പറയുന്നത്. അവിടെ യേശു ശിഷ്യന്മാരുമായിട്ട് പെസഹ ആചരിക്കുന്ന സമയത്ത് അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നിടത്തു നിന്ന് ഒരപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് യേശു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരമാണ്. വീണ്ടെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്. അപ്പോൾ യേശു ഈ പറഞ്ഞ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ പറഞ്ഞ മാംസവും രക്തവും എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ചൂളയിൽ വെന്ത് എടുത്ത ഗോതമ്പ് റൊട്ടിയും മുന്തിരിയുടെ ചാറുമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. ലൗകികമായി മനുഷ്യനുണ്ടാക്കുന്ന ഗോതമ്പപ്പവും മുന്തിരിച്ചാറുമാണ് യേശു പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞ അപ്പവും രക്തവും, അല്ല മാംസവും രക്തവും, സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം എന്നൊക്കെ സമ്മതിക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഈ വിഷയങ്ങൾ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ, ചിലരുടെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ആകയാൽ പ്രിയരെ, നമ്മൾ സൂക്ഷ്മതയോടെ വൈകാരികമായി സമീപിക്കാതെ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തേണ്ടതിനായിട്ട് സാവധാനതയോടെയും സൂക്ഷ്മതയോടെയും തിരുവെഴുത്തുകളെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്ത് അതിൽ ഉറച്ചു നിൽക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതും പഠിപ്പിച്ചതുമായ വചനങ്ങളിൽ വിട്ട് ഒരുത്തന്റെയും വെളിപ്പാടും വെളിവുകേടിന്റെയും പിന്നാലെ പോകരുത്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവുമുണ്ട്, പുത്രനുമുണ്ട്. ആകയാൽ പ്രിയരെ, നമ്മൾ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കണം. അതിനപ്പുറത്ത് അതിന് വിപരീതമായി ഏതുപദേശവുമായി ആര് വന്നാലും കൂട്ടുചേരരുത്, കൈകൊടുക്കരുത്, കൂട്ടായ്മയരുത്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ യേശു ക്രിസ്തു പറഞ്ഞതിന് വിപരീതമായി ലോകർ വ്യാഖ്യാനങ്ങളുമായി വന്നാൽ അവരെ വിട്ടൊഴിയുക, അവരിൽ നിന്നും മാറി നിൽക്കുക. യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഓൺലി ട്രൂ ഗോഡ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുവെങ്കിൽ അതിന് വിപരീതമായി കൊണ്ടുവരുന്ന ഏതൊരുത്തിന്റെയും വെളിവുകേടിനെ വിട്ടൊഴിഞ്ഞു നിൽക്കുക. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ മുന്നേറുക, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കുക. നിത്യജീവൻ ഉറപ്പാണ്. ആയതിനാൽ നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിന്റെ വചനങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട്, നമ്മുടെ ചുവടുകളെ ക്രിസ്തുവിന്റെ വചനത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ആത്മീക ജീവിതം നമുക്ക് ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് നയിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മെല്ലാവരും സമർപ്പണത്തോടു കൂടിയായിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. തോമസ് കുട്ടിച്ചായൻ പ്രാർത്ഥിക്കാമോ? ഓക്കെ.
റോൾസൺ ബ്രദർ പ്രാർത്ഥിക്കും. റോൾസൺ ബ്രദർ.